സെഷനുകളും കോൺക്ലേവിലും ഉണ്ടാകും. വിഷയം പിന്നീട് നിങ്ങളെ അറിയിക്കും. ഒന്ന് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ കുറിച്ചായിരിക്കും, മറ്റൊന്ന് മൈസ് വിഭാഗത്തെക്കുറിച്ചും. അപ്പോൾ ഇതിൽ കേരളത്തിന് ഇനിയും എങ്ങനെ എത്രത്തോളം മുന്നോട്ട് പോകാനാകും, അതിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ളത് ഈ സെമിനാർ ചർച്ച ചെയ്യും. ഈ സെഷനുകൾ കൈകാര്യം ചെയ്യാൻ എക്സ്പേർട്സ് ആയിട്ടുള്ള പ്രഭാഷകരെയും ക്ഷണിക്കുന്നുണ്ട്. ഈ മേഖലയുമായി നേരത്തെ തന്നെ ബന്ധം വെച്ച് ഇടപെടുന്നവർ. ഈ കോൺക്ലേവ് അതിൻ്റെ പൊതുസ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ ഈ കോൺക്ലേവിൻ്റെ നടത്തിപ്പ്, അതിൽ പ്രധാനപ്പെട്ട റോൾ ലീഡർഷിപ്പ് വഹിക്കുന്നത് KTM ആണ്. കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി, കേരള ടൂറിസം വകുപ്പും ഒരു മനസ്സും ഒരു ശരീരം പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ടൂറിസം വ്യവസായത്തെ സർക്കാരുമായി ചേർത്ത് നിർത്തുകയും ഇത്തരം പരിപാടികൾക്കായി മുൻകൈ എടുക്കുകയും ചെയ്യുന്ന കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതിന്റെ ഗുണം നാടിനാണ്. ഈ കോൺക്ലേവിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. ഈ പരിപാടി സംബന്ധിച്ചും ഈ മേഖലയിലെ കേരളത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ചും നിങ്ങളുടെ കൃത്യമായ പ്രചരണം ഉണ്ടാകണം. കേരളത്തിന് ഗുണകരമായി മാറുന്ന നിലയിലേക്ക് നിങ്ങളുടെ വാർത്തകൾ മാറണം. ആഗോള ടൂറിസം ഭൂപടത്തിൽ വൈവിധ്യമാർന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ കേരള ടൂറിസത്തെ വളർത്തിയെടുക്കാൻ മുന്നോട്ട് വരുന്നത്. അതിന് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നീങ്ങാം. അനാവശ്യമായ വിവാദങ്ങൾ, അതായത് ആളുകളിൽ പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികളിൽ ഭീതി പരത്തുന്ന നിലയിലേക്കുള്ള വിവാദങ്ങൾ പലപ്പോഴും വാർത്തകളിൽ ഒഴിവാക്കാൻ നിങ്ങളിൽ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. അത് തുടരണം. അത് ശ്രദ്ധിക്കാത്തവർ അത് നന്നായി ശ്രദ്ധിക്കുന്നവരെ മാതൃകയാക്കി ഇടപെടണം. കാരണം നമുക്ക് കൂടുതൽ കൂടുതൽ സഞ്ചാരികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാകണം. കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ കേരളത്തിന്റെ പുറത്തുനിന്ന് കേരളത്തിലേക്ക് വന്നാൽ അത് കേരളത്തിനെ എല്ലാ നിലയിലും സാമൂഹികവും സാമ്പത്തികവുമായി അഭിവൃദ്ധിയിലേക്ക് നയിക്കും. കേരളത്തിലെ സാധാരണ മനുഷ്യർ മുതൽ റിസോർട്ട് ഉടമകൾ വരെയുള്ളവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും. ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളി, നെല്ലിക്ക വിൽക്കുന്ന നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ, പലചരക്ക് കട നടത്തുന്നവർ, ചെറിയ ചില്ലറ വ്യാപാരം നടത്തുന്നവർ മുതൽ എല്ലാ മേഖലയിലുമുള്ളവർക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരുമ്പോൾ പുരോഗതി ഉണ്ടാകും, കച്ചവടം വർദ്ധിക്കും. ഇങ്ങനെ പല പ്രദേശങ്ങളും പല രാജ്യങ്ങളും ടൂറിസത്തെ ആശ്രയിച്ച് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇടപെടാൻ പറ്റണം. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് ഇതിൻ്റെ ഭാഗമായി പൊതുവെ സൃഷ്ടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അത് പൊതുവെ പരിശോധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുക.